ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. നക്ഷത്രജാലത്തിലേക്ക് പ്രിയപ്പെട്ടവരെ സ്വാഗതം ചെയ്യുന്നു. നമുക്കിന്ന് മകയിര നക്ഷത്രത്തിന് ജൂൺ മാസത്തിൽ എങ്ങനെയുണ്ട് എന്ന് നോക്കാം. പൊതുരംഗത്ത് ഉയർച്ച കാണുന്നുണ്ട്. പുതിയ വീട് പണിയുകയോ പുതുക്കി പണിയുകയോ അതിനുള്ള യോഗമുണ്ട്. ചില ബന്ധുക്കളുടെ നീരസമായ പെരുമാറ്റം മനോവിഷമത്തിനിടയാക്കും. യാത്രാവേളകൾ കൂടുതൽ ശ്രദ്ധയോടുകൂടി വേണം യാത്രകൾ ചെയ്യുവാനായിട്ട്. മേലുദ്യോഗസ്ഥരുമായി അഭിപ്രായ വ്യത്യാസമുള്ള ഇടയുണ്ട്. അപവാദങ്ങൾ കേൾക്കുവാനിടയുണ്ട്. പ്രയത്നങ്ങൾക്ക് ഫലം കൂടുതലായി ഉണ്ടാകും. അമിതാവേശം അബദ്ധങ്ങൾക്ക് വഴിയൊരുക്കും. വാഹന ഉപയോഗം വളരെ സൂക്ഷ്മതയോടുകൂടിയാവണം ചെയ്യേണ്ടത്. ഔദ്യോഗിക പദവിയിൽ ഉയർച്ച കാണുന്നുണ്ട്. കാർഷിക വിഭവങ്ങളിൽ അതായത് കൃഷിരംഗത്ത് മെച്ചപ്പെട്ട ലാഭം പ്രതീക്ഷിക്കാം. ഉന്നത വിദ്യാഭ്യാസ യോഗം കാണുന്നുണ്ട്. ദാമ്പത്യ ജീവിതം സന്തോഷകരമായിട്ടാണ് കാണുന്നത്. ജലയാത്രകൾ കഴിയുന്നതും ഒഴിവാക്കുക. കലാരംഗത്ത് നല്ല പുരോഗതി കാണുന്നുണ്ട്. മാനസിക പ്രയത്നങ്ങൾ അതായത് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകുവാനുള്ള ഇടയുണ്ട്. മാതാപിതാക്കളുടെ രോഗം മനസ്സിനെ അസ്വസ്ഥമാക്കും. ദൈവിക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ഉണ്ടാകും. ദാമ്പത്യ ജീവിതം സന്തോഷകരമാക്കുവാൻ പല വിട്ടുവീഴ്ചകളും ചെയ്യേണ്ടതായിട്ട് വരും. ധനപരമായ ഇടപാടുകളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തണം. ആത്മവിശ്വാസം വർദ്ധിക്കും. സ്വന്തം ചുമതലകൾ മറ്റവരുടെ കയ്യിൽ ഏൽപ്പിക്കരുത് ഒരിക്കലും. അശുഭചിന്തകളൊക്കെ മനസ്സിൽ നിന്ന് ഒഴിവാക്കുക. കൂടുതൽ ഗുണകരമായിരിക്കും അത് ഒഴിവാക്കിയ. ഭാര്യയുടെ രോഗം മനോവിഷമത്തിനിടയാക്കും. മറ്റുള്ളവരുടെ എതിർപ്പിനെ അവഗണിക്കും. അപ്പോൾ നിങ്ങൾ നക്ഷത്രജാലം ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തിയാൽ പുതിയ വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായി ലഭിക്കും. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.